ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഒരു 3D ഒബ്ജക്റ്റിനെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നും അതിന്റെ ടെക്സ്ചറും മറ്റും എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും പഠിക്കാം. നമുക്ക് 3D ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഫയൽ മെനുവിൽ ഓപ്പൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫോർമാറ്റിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും 3D സ്റ്റുഡിയോ 3ds എന്ന ഫയൽ ഫോർമാറ്റിലുള്ള ഫയലാണ് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഫോർമാറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്താൽ നമുക്ക് ആ നിശ്ചിത ഫോർമാറ്റിലുള്ള ഫയൽസ് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ടീപോട്ട് എന്ന പേരിൽ ഒരു 3ds ഫോർമാറ്റിലുള്ള ഫയൽ കാണാവുന്നതാണ്. നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ 3D ഫയൽ വർക്ക് സ്പേസിലേക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വർക്ക് സ്പേസ് സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ അഡ്വാൻസ്ഡ് 3D എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്താൽ ഇവിടെ 3Dക്ക് അനുയോജ്യമായ രീതിയിലുള്ള പാനൽസ് വരുന്നതാണ്. നമുക്ക് 3D ഒബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ടൂൾസ് ഇവിടെ ടൂൾ ബോക്സിൽ താഴെയായിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ടൂൾ ബോക്സിൽ താഴെയുള്ള 3D റൊട്ടേറ്റ് ടൂൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ അതിൽ നമുക്ക് 3D റൊട്ടേറ്റ് ടൂൾ, 3D റോൾ ടൂൾ, 3D പാൻ ടൂൾ, 3D സ്ലൈഡ് ടൂൾ, 3D സ്കെയിൽ ടൂൾ എന്നിങ്ങനെ 3Dക്ക് വേണ്ടുന്ന വിവിധ ടൂളുകൾ കാണാവുന്നതാണ്. ഈ ടൂളുകളെല്ലാം തന്നെ നമുക്ക് കീബോർഡിൽ K എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം 3D റൊട്ടേറ്റ് ടൂളിനെ പരിചയപ്പെടാം. 3D റൊട്ടേറ്റ് ടൂൾ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഇവിടെയുള്ള ടൂൾ ബോക്സിലെ 3D റൊട്ടേറ്റ് ടൂൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 3D റൊട്ടേറ്റ് ടൂൾ വന്നിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ പാനലിൽ റൊട്ടേറ്റ് ടൂൾ ആക്റ്റീവ് ആയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമുക്കതിനുശേഷം ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഒരു 3D ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനായിട്ടാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ശ്രദ്ധിക്കുക, എങ്ങനെ വേണമെങ്കിലും ഈ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഹോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത ഒരു ഇമേജിനെ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെയുള്ള അടുത്ത ടൂളാണ് 3D റോൾ ടൂൾ. 3D റോൾ ടൂൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ടൂളാണ്. നമുക്ക് ആ ടൂളും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്യിക്കാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് 3D പാൻ ടൂൾ. ഈ ടൂളുകളെല്ലാം നമുക്ക് ഇവിടെ കൺട്രോൾ പാനലിൽ കാണാവുന്നതാണ്. പേര് പോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് പാൻ ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള അടുത്ത ടൂളാണ് 3D സ്ലൈഡ് ടൂൾ. പേര് പോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സ്ലൈഡ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു നിശ്ചിത ആക്സിസിൽ നിന്നുകൊണ്ട് സ്ലൈഡ് ചെയ്യുന്നതായി കാണാം. അതുപോലെ തന്നെയുള്ള അടുത്ത ടൂളാണ് 3D സ്കെയിൽ ടൂൾ. പേര് പോലെ തന്നെ ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഒബ്ജക്റ്റ് സ്കെയിൽ ആകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒബ്ജക്റ്റിന്റെ വ്യൂ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, ബാക്ക്, ഫ്രണ്ട് എന്നിങ്ങനെ വിവിധ വ്യൂകൾ കാണാവുന്നതാണ്. ഇവിടെ ടോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒബ്ജക്റ്റ് ടോപ്പ് വ്യൂവിലേക്ക് മാറുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ടോപ്പ് വ്യൂവിലേക്ക് മാറിയതായി കാണാം. അതേസമയം ബോട്ടം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബോട്ടം വ്യൂവിലേക്ക് ഒബ്ജക്റ്റ് മാറിയതായി കാണാം. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെയുള്ള അടുത്ത 3D ടൂളുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് 3D ഓർബിറ്റ് ടൂൾ, 3D റോൾ വ്യൂ ടൂൾ, 3D പാൻ വ്യൂ ടൂൾ, 3D വാക്ക് വ്യൂ ടൂൾ, 3D സൂം ടൂൾ എന്നിങ്ങനെ 5 തരത്തിലുള്ള ടൂളുകൾ കാണാവുന്നതാണ്. ഇവയെ ഓരോ ടൂളിനെയും പൊതുവായിട്ട് കീബോർഡിൽ N എന്ന ബട്ടൺ പ്രസ് ചെയ്താണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ടൂളുകൾ എല്ലാം തന്നെ ക്യാമറയെ ബേസ് ചെയ്തിട്ടുള്ള ടൂളുകളാണ്. ശ്രദ്ധിക്കുക, 3D ഓർബിറ്റ് ടൂൾ എന്ന ടൂളിനെ നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഇവിടെ 3D ഓർബിറ്റ് ടൂൾ എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് 3D ഓർബിറ്റ് ടൂൾ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള അടുത്ത ഓപ്ഷനാണ് 3D റോൾ വ്യൂ ടൂൾ. പേര് പോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ
റോൾ ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ടൂളാണ് പാൻ വ്യൂ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ക്യാമറയെ പാൻ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന രണ്ട് ടൂളുകളും കാഴ്ചയിൽ നമുക്ക് ഒരേപോലെ തോന്നും. എന്നാൽ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മുകളിലുള്ള ഈ ടൂള് ഒബ്ജക്റ്റിനെയാണ് റൊട്ടേറ്റ് ചെയ്യുകയും റോൾ ചെയ്യുകയും പാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ താഴെയുള്ള ടൂള് ക്യാമറയെയാണ് റൊട്ടേറ്റ് ചെയ്യുകയും റോൾ ചെയ്യുകയും പാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് പാൻ വ്യൂ ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാൻ വ്യൂ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. അതേപോലെ 3D വാക്യൂ ടൂൾ ഉപയോഗിക്കാം. 3D വാക്യൂ ടൂളും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെയാണ് 3D സൂം ടൂള്. ക്യാമറ സൂം ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ 3Dയിലെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ ഈ ഡോക്യുമെന്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനും പാൻ ചെയ്യുന്നതിനും സൂം ചെയ്യുന്നതിനും മറ്റും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് 3D പാനൽസിനെ പരിചയപ്പെടാം. 3D പാനൽ നമുക്ക് വർക്ക് സ്പേസിന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാവുന്നതാണ്. ഇവിടെ ഈ പാനൽ നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പാനൽ ഇവിടെ കാണുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് 3D എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ പാനൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, 3D പാനൽ ഓപ്പൺ ആയിരിക്കുകയാണ്. 3D പാനൽ ഇവിടെ നമുക്ക് 3D സീൻ, 3D മെഷ്, 3D മെറ്റീരിയൽസ്, 3D ലൈറ്റ്സ് എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ 3D സീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു 3D സീനിലെ കാര്യങ്ങൾ ഓരോ ലെയർ ആയിട്ട് ഇവിടെ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സീനിൽ ടീപോട്ട് എന്ന പേരിലൊരു മെഷ് ലെയർ, അതിന് താഴെ അതിന്റെ മെറ്റീരിയൽ ഓപ്ഷൻസ്, അതിന് താഴെ ലൈറ്റുകളാണ്. നമുക്ക് ഈ സീനിൽ 3 ലൈറ്റുകളാണുള്ളത്. ആ 3 ലൈറ്റും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നാം സെലക്ട് ചെയ്യുമ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് താഴെ കാണാവുന്നതാണ്. ഇപ്പോൾ ടീപോട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ടീപോട്ടിനെ നമുക്ക് ഇവിടെ താഴെയായിട്ട് കാണാവുന്നതാണ്. അതേപോലെ ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ഡിഫോൾട്ട്, ആംബിയന്റ്, റിഫ്ലാക്ഷൻ, സ്പെക്കുലാർ, ഡിഫ്യൂസ്, ബമ്പ് സ്ട്രെങ്ത്, ഗ്ലോസിനെസ്, ഷൈനിനെസ്, ഒപ്പാസിറ്റി എന്നിങ്ങനെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ആംബിയന്റ്, അതായത് ലൈറ്റിന്റെ ആംബിയന്റ് ആവശ്യമെങ്കിൽ നമുക്ക് ഇവിടെ ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കളർ പിക്കർ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ആംബിയന്റ് നമുക്കിവിടെ ഒബ്ജക്റ്റിൽ നോക്കുമ്പോൾ മനസ്സിലാകും ആംബിയന്റ് ചേഞ്ച് ആകുന്നത് കാണാം. ഇങ്ങനെ ആവശ്യമെങ്കിൽ ആംബിയന്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ റിഫ്രാക്ഷൻ ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ 1 എന്ന് ടൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ സ്പെക്കുലാർ, നമുക്കിവിടെ സ്പെക്കുലാർ ഇവിടെ ചേഞ്ച് ചെയ്താൽ അത് ഇവിടെ ഒബ്ജക്റ്റിൽ കാണാവുന്നതാണ്. സ്പെക്കുലാർ കളർ ചേഞ്ച് ആകുന്നത്. അതുപോലെ ഡിഫ്യൂസ് കളർ നമുക്ക് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 3D റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്താൽ കാണാവുന്നതാണ്. അതുപോലെ ബംപ് മാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്, ഗ്ലോസിനെസ്, ഷൈനിനെസ്, ഒപ്പാസിറ്റി 100% ഉണ്ട്. നമുക്കിത് 50% ആക്കിയാൽ ഇതേ രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാവുന്നതാണ്. റിഫ്ലക്റ്റിവിറ്റി, എൻവിറോൺമെന്റ്, നമുക്ക് ന്യൂ ടെക്സ്ചർ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ന്യൂ ടെക്സ്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് അതിൽ പുതിയ ടെക്സ്ചർ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോർമൽ മാപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ ഗ്രിഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രിഡ് കാണുന്നതിനും പെർസ്പെക്റ്റീവ് അറിയുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ ഗ്രിഡ് വന്നിരിക്കുന്നതായി കാണാം. അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈറ്റ് ഇവിടെ കാണാവുന്നതാണ്. ന്യൂ ലൈറ്റ് ആഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ പോയിന്റ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഇൻഫിനിറ്റ് ലൈറ്റ് എന്നിവ ആഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ലൈറ്റ് അല്ലെങ്കിൽ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ്, ഇന്റൻസിറ്റി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കളർ, ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഷാഡോസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. ലൈറ്റിന്റെ സോഫ്റ്റ്നെസ്, അതായത് 3D സ്റ്റുഡിയോ മാക്സ് സോഫ്റ്റ്വെയറിലെ പോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ 3D മെഷ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ മെഷിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാവുന്നതാണ്. വെർട്ടിസസ് എത്രയാണ്, ഫേസസ് എത്രയാണ്, ടെക്സ്ചർ ഉണ്ടെങ്കിൽ അത് തുടങ്ങിയ വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ
മെറ്റീരിയൽസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ നാം മുമ്പ് കണ്ട അതേ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ലൈറ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ ലൈറ്റിന്റെ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് താഴെ നാം ഇപ്പം പഠിച്ചതിന് പ്രകാരം വരുന്നതാണ്. അതുകൂടാതെ ലെയർ വിൻഡോയിലും നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ടെക്സ്ചറുകൾ ഓരോ ലെയർ ആയിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് 3D ഒബ്ജക്റ്റിലേക്ക് പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അതിനാദ്യമായിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം 3D എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ പെയിന്റ് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഡിഫ്യൂസ് ആണോ, ഗ്ലോസിനെസ് ആണോ, ബംപ് ആണോ, ഒപ്പാസിറ്റി ആണോ, ഷൈനസ് ആണോ, സെൽഫ് ഇലൂമിനേഷൻ ആണോ, റിഫ്ലക്ടിവിറ്റി ആണോ, എന്താണ് പെയിന്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡിഫ്യൂസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടീപോട്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടെക്സ്ചേഴ്സ് ഓഫ് ആണെങ്കിൽ അത് ആക്റ്റീവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റിൽ ഇതേ രീതിയിൽ പെയിന്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സെലക്ട് പെയിന്റബിൾ ഏരിയാസ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് കീബോർഡിൽ N എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റ് ടൂൾ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് B എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ബ്രഷ് ടൂൾ വരുന്നതാണ്. അങ്ങനെ നമുക്ക് രണ്ട് ടൂളുകൾ മാറി മാറി നമുക്ക് ഈ 3D ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളറ് പിക്ക് ചെയ്ത് ശേഷം നമുക്ക് ഇതേ രീതിയിൽ പെയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഇപ്പോൾ ബംപ് പെയിന്റ് ചെയ്യണമെങ്കിൽ ബംപ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്താൽ ഇവിടെ ഇപ്പോൾ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. വൺ ഓർ മോർ മെറ്റീരിയൽ ഇൻ 3D ലെയർ ആർ മിസ്സിംഗ് ബംപ് ടെക്സ്ചർ. ന്യൂ ബംപ് ടെക്സ്ചർ വിൽ ബി ക്രിയേറ്റഡ് ഫോർ ദോസ് മെറ്റീരിയൽ ടു എനേബിൾ എഡിറ്റിംഗ്. അതായത് പുതിയ ബംപ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഡീഫോൾട്ട് ബംപ് എന്ന നെയിമിൽ നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ബംപ് ടെക്സ്ചർ പുതിയ ഇതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് പെയിന്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ബംപ് ടെക്സ്ചർ പെയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 3D എന്ന ഓപ്ഷനിലെ 3D പെയിന്റ് മോഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പെയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ 3D പെയിന്റ് മോഡിൽ ഡിഫ്യൂസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം 3D എന്ന ഓപ്ഷനിൽ സെലക്ട് പെയിന്റബിൾ ഏരിയ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. ഇപ്പോൾ ഡിഫ്യൂസിൽ പെയിന്റബിൾ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ 3D എന്ന ഓപ്ഷനിൽ പെയിന്റ് ഫാൾ ഓഫ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫാൾ ഓഫ് നാം ബ്രഷ് ടൂളിന്റെ ഓപ്ഷനിൽ പഠിച്ചതുപോലെ തന്നെ ഫാൾ ഓഫ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന്റെ മിനിമം ആംഗിളും മാക്സിമം ആംഗിളും സെറ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് അതിനനുസരിച്ച് പെയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് 3D എന്ന ഓപ്ഷനിലെ റെൻഡർ സെറ്റിംഗ് എന്ന ഓപ്ഷൻ. ശ്രദ്ധിക്കുക, ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടിയുള്ള റെൻഡർ സെറ്റിംഗ് ഇതിലാണ് നടത്തുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ കസ്റ്റം റെൻഡർ പ്രീസെറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് വിവിധ പ്രീസെറ്റുകൾ കാണാവുന്നതാണ്. അതായത് ബൗണ്ടിംഗ് ബോക്സ്, ഡെപ്ത് മാപ്പ്, ഹിഡൻ വയർ ഫ്രെയിം. ഇതിനനുസരിച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ സെറ്റിംഗ് മാറ്റാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ബൗണ്ടിംഗ് ബോക്സ് എന്ന ഓപ്ഷനാണ്. ഇവിടെ ഡെപ്ത് മാപ്പ്, ഹിഡൻ വയർ ഫ്രെയിംസ്, ലൈൻ ഇല്ലുസ്ട്രേഷൻ, നോർമൽസ്, പെയിന്റ് മാസ്ക്, റേ ട്രേസ്ഡ്, ഷെയ്ഡഡ് ഇല്ലുസ്ട്രേഷൻ, ഷെയ്ഡഡ് വെർട്ടിക്സ്, ഷെയ്ഡഡ് വയർ ഫ്രെയിം, സോളിഡ് വയർ ഫ്രെയിം, സോളിഡ് ട്രാൻസ്പെറന്റ് ബൗണ്ടിംഗ് ബോക്സ്, ടു സൈഡഡ്. എന്നിങ്ങനെ വിവിധ പ്രീസെറ്റുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് സ്റ്റൈല് നമുക്ക് റേ ട്രേസ്ഡ് ആണോ, യൂണിറ്റ് ടെക്സ്ചർ ആണോ, ഫ്ലാറ്റ് ആണോ, കോൺസ്റ്റന്റ് ആണോ എന്ന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. റെൻഡർ ഫോർ ഫൈനൽ ഔട്ട്പുട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആക്റ്റീവ് ചെയ്യുക. അതുപോലെ എഡ്ജ് സ്റ്റൈല് നമുക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ വെർട്ടെക്സ് സ്റ്റൈല് നമുക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ റെൻഡറിങ്ങിന്റെ വിവിധ ടൈപ്പുകളാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്കിവിടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം 3D എന്ന ഓപ്ഷനിലെ എക്സ്പോർട്ട് 3D ലെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 3D ലെയർ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അതിന് നെയിം ടൈപ്പ് ചെയ്യുക. ഇനി ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ DAE ഫോർമാറ്റ്, ഗൂഗിൾ എർത്ത് ഫോർമാറ്റ്,
U3D ഫോർമാറ്റ്, വേവ് ഫ്രണ്ട് ഒബ്ജക്റ്റ് ഫോർമാറ്റ് എന്നിങ്ങനെ 4 ഫോർമാറ്റുകളുണ്ട്. ഇവയിൽ ഏതെങ്കിലും നമുക്ക് ആവശ്യമായ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെക്സ്ചർ ഫോർമാറ്റ് എന്ന പേരിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഫോട്ടോഷോപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്യുക. ഇങ്ങനെ 3D റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു 3D ഒബ്ജക്റ്റിനെ ഇതേ രീതിയിൽ പെയിന്റ് ചെയ്ത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അതിനെ പെർമനന്റ് ആയിട്ട് ഒരു 2D ഇമേജ് ആയിട്ട്, അതായത് പ്രിന്റിങ്ങിനും മറ്റും ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒബ്ജക്റ്റിനെ ആവശ്യമായ രീതിയിൽ ആംഗിളിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3D എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ റാസ്റ്ററൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഒരു 2D ഒബ്ജക്റ്റ് ആയി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ 3D എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ നാം ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ അഡ്വർടൈസിംഗും മറ്റും ചെയ്യുമ്പോൾ ഒരു 3D ഒബ്ജക്റ്റിനെ അഡോബി ഫോട്ടോഷോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ശേഷം അതിന്റെ ആംഗിളോ മറ്റും ചേഞ്ച് ചെയ്ത് അതിന്റെ ലൈറ്റിങ്ങോ ടെക്സ്ചറോ മറ്റോ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയ ശേഷം നമുക്ക് ഇതിനെ നമ്മുടെ പരസ്യത്തിന്റെ ഡിസൈൻ അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് 2D എൻവയോൺമെന്റിന് അനുയോജ്യമായ രീതിയിൽ ഈ റൊട്ടേറ്റ് ടൂളുകൾ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പിന്നീട് റാസ്റ്ററൈസ് ചെയ്ത ശേഷം അറേഞ്ച് ചെയ്ത് മനോഹരമാക്കാവുന്ന കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.